പ്രിയ സഹോദരങ്ങളെ, തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരുന്ന കർത്തവ്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് കർത്തൃസന്നിധിയിലേക്ക് യാത്രയായ ആഗോള പരിശുദ്ധ കത്തോലിക്ക തിരുസഭയുടെ പരമാധ്യക്ഷനായിരുന്ന പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ ദേഹവിയോഗത്തിൻ്റെ അഗാധമായ ദുഃഖത്തിലാണ് ലോക ജനത മുഴുവൻ. പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ദുഃഖത്തിലൂടെ, വേദനയിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളാണ്. പരിശുദ്ധ പിതാവിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ ഇന്ന് ചൊവ്വാഴ്ച രാവിലെ വത്തിക്കാൻ മാധ്യമ വിഭാഗം, പരിശുദ്ധ സിംഹാസനത്തിൻ്റെ മാധ്യമ വിഭാഗം ഔദ്യോഗികമായി പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ തിങ്കളാഴ്ച അദ്ദേഹത്തിൻ്റെ മരണദിവസം രാത്രി 8 മണിക്ക് അദ്ദേഹത്തിൻ്റെ വാസസ്ഥലമായ, അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലമായിരുന്ന കാസ സാന്ത മാർത്തായിൽ വെച്ച് പ്രാഥമിക കാര്യങ്ങൾ നടക്കുകയുണ്ടായി. ലിറ്റർജിക്കലായി നടക്കേണ്ട ആദ്യ കാര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം ഔദ്യോഗികമായി ലിറ്റർജിക്കലി സ്ഥിരീകരിക്കുന്ന ശുശ്രൂഷ. അതിന് നേതൃത്വം നൽകിയത് വത്തിക്കാൻ പേപ്പൽ ചേംബറിൻ്റെ കമർലൊങ്കയായിരിക്കുന്ന കർദിനാൾ കെവിൻ ഫാരലാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ ചുരുക്കം ആളുകളോടുകൂടെ ആ ശുശ്രൂഷ നടന്നു. അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പ്രത്യേകം സജ്ജമാക്കിയ പേടകത്തിലേക്ക് മാറ്റി. ഇന്ന് രാവിലെ പുറത്തു വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം വരുന്ന ശനിയാഴ്ച അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ നടക്കും. വത്തിക്കാൻ സെയിൻറ്റ് പീറ്റേഴ്സ് ചതുരത്തിലാണ് മൃതസംസ്കാര ശുശ്രൂഷകൾ നടക്കുക. രാവിലെ 10 മണിക്ക് പരിശുദ്ധ കുർബാനയോടെ ശുശ്രൂഷകൾ സെയിൻറ്റ് പീറ്റേഴ്സ് ചതുരത്തിൽ നടക്കും. ശുശ്രൂഷകൾക്ക് കർദിനാൾ സംഘത്തിൻ്റെ ഡീനായിരിക്കുന്ന കാർഡിനൽ ജോവാനി ബാറ്റിസ്റ്റ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ പാത്രിയാർക്കീസുമാരും മെത്രാപോലീത്താമാരും മെത്രാന്മാരും വൈദികരും ഈ പ്രസ്തുത കുർബാനയ്ക്ക്, തിരുക്കർമ്മങ്ങൾക്ക് സഹകാർമ്മികരായിരിക്കും. കുർബാനയോടൊപ്പം അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ശുശ്രൂഷയാണ് വത്തിക്കാൻ സെയിൻറ്റ് പീറ്റേഴ്സ് ചതുരത്തിൽ വെച്ച് നടക്കുക. അത് കുർബാനയോടുകൂടിയാണ് നടക്കുക. സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ചതുരത്തിലെ പ്രസ്തുത കുർബാന വിടവാങ്ങൽ ശുശ്രൂഷയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് മാറ്റുകയും പിന്നീട് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ ഇവിടുത്തെ റോമിലെ പേപ്പൽ ബസിലിക്ക ആയിരിക്കുന്ന സാന്താ മരിയ മജോരെ ബസിലിക്കയിലേക്ക് കൊണ്ടുപോകും. അവിടെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരവും പ്രത്യേകം സജ്ജമാക്കിയ കല്ലറയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യും എന്നാണ് വത്തിക്കാൻ്റെ മാധ്യമ വിഭാഗം ഏറ്റവും പുതിയതായി നൽകുന്ന വിവരം. അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാരത്തിന് മുന്നോടിയായി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നാളെ ബുധനാഴ്ച രാവിലെ കാസ സാന്താ മാർത്തായിൽ നിന്ന് വിലാപയാത്രയായി സെയിൻറ്റ് പീറ്റേഴ്സ് ചതുരത്തിലേക്ക് കൊണ്ടുവരും. സെയിൻറ്റ് പീറ്റേഴ്സ് ചതുരത്തിൽ കൊണ്ടുവരുന്ന മൃതദേഹം ഈ വിലാപയാത്ര സെയിൻറ്റ് പീറ്റേഴ്സ് ചതുരത്തിൽ നിന്ന് ബസിലിക്ക സാൻ പിയത്രോ, അതായത് വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയിലേക്ക്, ഇവിടെ അകത്തേക്ക് പ്രധാന വാതിൽ വഴി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ബസിലിക്കയ്ക്ക് അകത്തേക്ക് കൊണ്ടുവരും. കുമ്പസാരത്തിൻ്റെ പ്രത്യേക ഒരു ഓൾട്ടറുണ്ട്, അൾത്താരയുണ്ട്. ആ അൾത്താരയുടെ അവിടെ വെച്ച് നടത്തുന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് കമർലങ്കോ തന്നെ നേതൃത്വം നൽകും. അതിനുശേഷം പൊതുവായിട്ടുള്ള ആളുകൾക്ക് കാണാനുള്ള അവസരമുണ്ട്. ഒരു പരസ്യമായി ആളുകൾക്ക് കാണാൻ ഒരു പൊതു ദർശനം ആളുകൾക്ക് കാണുന്നതിന് വേണ്ടി ശനിയാഴ്ച വരെ ഈ പൊതുദർശനം തുടരുമെന്ന് വത്തിക്കാൻ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ധാരാളം ആളുകളാണ് വത്തിക്കാൻ സെയിൻറ്റ് പീറ്റേഴ്സ് ചതുരത്തിലും അതിനോടനുബന്ധിച്ചും പരിശുദ്ധ പിതാവിൻ്റെ മൃതദേഹം ഒരു നോക്ക് കാണുന്നതിനും അവസാനമായി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനും വേണ്ടി, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും വേണ്ടി ആയിരങ്ങളല്ല പതിനായിരങ്ങൾ ആണ് ഓരോ നിമിഷവും വത്തിക്കാൻ ചതുരത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു മാധ്യമങ്ങളുടെ ഒരു വലിയ നീണ്ട നിരയും ഇവിടെയുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നാളെ രാവിലെ വിലാപയാത്ര വത്തിക്കാൻ ചതുരത്തിലെത്തിയാൽ അപ്പോൾ മുതൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്കുള്ളിൽ ശനിയാഴ്ച വരെ കാണാനുള്ള അവസരം പൊതുദർശനം സജ്ജമാക്കിയിട്ടുണ്ട്.
പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പരിശുദ്ധ പിതാവിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇവിടേക്ക് കടന്നു വരുന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ഇവിടെയുണ്ട്. ജൂബിലിയുടെ ഭാഗമായിട്ടൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നവരുണ്ട്. അവരെല്ലാവരും അഗാധമായ ദുഃഖത്തിലാണ്. പരിശുദ്ധ പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം കൂടെ നമുക്കും അപേക്ഷിക്കാം. വത്തിക്കാനിൽ നിന്ന് ബ്രദർ ജോ ബെൻ എലോഹിം.